കുറേ ഇപ്പം നമ്മൾ മോർണിംഗ് വ്ലോഗ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ അടുക്കളയാണല്ലോ, കിച്ചൺ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു മോർണിംഗ് വ്ലോഗ് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ മോർണിംഗ് വ്ലോഗ് അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പം അതേപോലെ കുളിച്ചിട്ടില്ല, നനച്ചിട്ടില്ല, അങ്ങനെയുള്ള എന്നെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ നല്ല കുളിച്ച് മിടുക്കികളായിട്ട് അടുക്കളയിൽ കയറുന്ന കുറേ പേർക്ക് ഒരു വിഷമമാവും. കാരണം കൊണ്ട് ഞാൻ എന്നെ ഒട്ടും കാണിക്കുന്നില്ല കുളിക്കുന്നവരത്തേക്കും. അതത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ ഈ കുളിക്കാണ്ട് അടുക്കളയിൽ കയറുന്നത്. കുളിച്ച് കയറിയ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. വേനൽക്കാലം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു കുടുംബസ്ത്രീയാണ് എന്ന് വെച്ചാൽ കുളിച്ചിട്ടേ അടുക്കളയിൽ കയറും. പിന്നെ പണി ഒരുങ്ങിയാൽ വീണ്ടും കുളിക്കും, ഓഫീസിൽ പോയി തിരിച്ച് വന്നാലൊന്ന് കുളിക്കും, കിടക്കാൻ നേരത്തൊന്ന് കുളിക്കും. പിന്നെ ഞാനൊരു നമ്പൂതിരിയാവും കേട്ടോ. അത് പിന്നെ നട്ടാറ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും എന്നമാര് തന്നെ ആവും 7 നേരം കുളിച്ചും കൊണ്ട്. എന്നാൽ തന്നെ നമുക്ക് ചൂട് സഹിക്കൂല. തൽക്കാലം വേനൽക്കാലം ആവുന്നത് വരേക്കും എൻ്റെ സ്വഭാവം മാറും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ടിഫൻ വന്നിട്ട് ഇഡ്ഡലിയാണ്. ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോണതിൻ്റെ പുതിയ ഇഡ്ഡലി തട്ടിലാണ്. ഇപ്പം ഇന്ന് അതിൻ്റെ ഒരു പൊലിവ് എനിക്ക് നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. പുതിയ അടുക്കളയൊക്കെയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ഭാഗമായിട്ട് ഞാൻ എനിക്ക് തന്നെ ഒരു സമ്മാനം തന്നെയാണ് കൊടുത്തയാണ് ഈ ഒരു ഇഡ്ഡലി തട്ട് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരടുപ്പത്ത് ഞാൻ നല്ല ചട്നി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യത്തേന് എല്ലാ ടിഫനിലേക്കും എന്ന് വെച്ചാൽ ദോശ ഇഡ്ഡലി ഐറ്റംസിലേക്ക് ഒക്കെ നല്ല കട്ട ചട്നി വേണം, എന്നാലേ അവന് ഇഷ്ടമുള്ളൂ. പക്ഷേ എനിക്കുണ്ടല്ലോ ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉള്ളി ചമ്മന്തി ഇഷ്ടം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ പറയാം കേട്ടോ. കേട്ട് കഴിഞ്ഞാൽ എന്നെ ഓടിച്ചേക്കരുത്. വലിയ ഉള്ളി മാത്രമേ ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. അത് അമ്മ ഉണ്ടാക്കുന്ന ഒരു എളുപ്പ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, കുഞ്ഞ വെല്ലുള്ളി കേട്ടോ. വെളിച്ചെണ്ണയിൽ അത് നീളത്തിൽ നുറുക്കിയിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. നല്ലോണം ഇങ്ങോട്ട് വഴറ്റി അത് മുരിയൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ പച്ചച്ചൊവ്വ മാറിക്കിട്ടിയാൽ മതി. വെല്ലുള്ളി കൊണ്ട് ഞാൻ വേറെ രീതിക്കൊക്കെ ചമ്മന്തി അരയ്ക്കാറുണ്ട്. എന്ന് വെച്ചാൽ തക്കാളിയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് ചുമന്ന മുളകൊക്കെ ഇട്ട് വഴറ്റിയിട്ട് നല്ല ടേസ്റ്റ് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ പറയും എന്തിനാ ഇത്ര നല്ല ഭാരം, ഈ വെല്ലുള്ളി മാത്രം ഇത്തിരി ഉപ്പും മുളക് ഇട്ടിട്ടൊന്ന് ചമ്മന്തി അരച്ച് വെക്കുക അടിപൊളിയാവും എന്നൊക്കെ. പക്ഷെ ഞാൻ ട്രൈ ചെയ്തിരുന്നില്ല. പിന്നെ ഇങ്ങനെ അങ്ങനെ 1-2 തവണ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വലിയ ഉള്ളിയിലോട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മാത്രം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മുളക് പൊടി ജസ്റ്റ് അങ്ങോട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ അത്രയും പണിയുള്ളൂ, ചമ്മന്തി പണി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് അരച്ചാൽ മതി. നല്ല ഫൈനായിട്ട് അരയ്ക്കണ്ട, ഒന്നങ്ങോട്ട് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ചൂട് ഇഡ്ഡലിയും ദോശയൊക്കെ ഈ ഒരു ഉള്ളി ചമ്മന്തിയിൽ ഇങ്ങനെ ഉപ്പി കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കൂടെ ഒരു ഗ്ലാസ് കട്ടനും അടിച്ചാൽ മതി. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ആദ്യക്ക് എക്സാം തുടങ്ങുന്നതിൻ്റെ തലേദിവസമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവൻ സ്റ്റഡി ലീവാന്ന് പറഞ്ഞുകൊണ്ട് ലീവ് എടുത്തിരിക്കുകയാണ് വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ടിഫിനൊക്കെ കഴിച്ച് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ എല്ലാ പണികളും ഒരുങ്ങിയിട്ടാണ് ഞാൻ കുളിച്ചടുക്കളയിൽ കയറിയിട്ടുള്ളത്. അപ്പോഴത്തേക്കും ഒരു 11:45 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ പണി ഒരുങ്ങിയ ക്ഷീണത്തിൽ ഒരു ഗ്ലാസ് കട്ടൻ വെച്ച് കുടിച്ചാണ്. വെക്കുന്നതിന് മുന്നേ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേണ്ട അമ്മ. ഞാൻ കുടിക്കുന്നുണ്ടപ്പോൾ പറയാം അമ്മ ഒറ്റയ്ക്ക് കുടിക്കാതെ അതിങ്ങോട്ട് കാട്ടുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കട്ടൻ മൂപ്പർക്ക് അങ്ങോട്ട് കൊടുത്തു. അടുത്ത പണീൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ റിവ്യൂ കൂടിയും പറയാൻ വേണ്ടി വന്നതാണ്. ഇത് ഞാൻ ഡോൺസ് മാജിക് നിന്ന് മേടിച്ചതാണ് കേട്ടോ. കഫ്താൻ നൈറ്റിയാണ്. അപ്പോൾ എൻ്റെ ഷോർട്സിലൊക്കെ ചിലവർ കണ്ടിട്ടുണ്ടാവും. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്കിത് എന്താ പറയുക, നല്ല ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. ടൈറ്റോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ തന്നെയാണല്ലോ വീട്ടിലൊക്കെ ഇടാൻ നല്ലത് അല്ലേ. കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട്. ഇങ്ങനെയാണ്. പിന്നെ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും ഒക്കെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടാ. സാധാരണ ഇതുപോലെ വെള്ളയോട് കൂടിയിട്ടുള്ള കളറുകളൊക്കെ ആകുമ്പോൾ തിരുമ്പുമ്പോൾ നല്ല പേടിയാവും. പക്ഷേ ഈ തുണി തിരുമ്പിയപ്പോൾ ഒരു പൊടിക്ക് പോലും നിറം ഇളകിയിട്ടില്ല കേട്ടോ. അതാണ് ഡോൺസ് മാജിക്കത്തെ എല്ലാ ഡ്രസ്സിൻ്റെയും ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ വില കുറവ്, അത് പിന്നെ നമുക്ക് പറയേണ്ടതില്ല. ഇതും വെറും 399 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നും നമ്മുടെ ഉച്ചാമ്പത്തെ കറി വളരെ സിമ്പിളാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ തൊടിയിലുണ്ടായിരുന്ന മത്തൻ്റെ ഇലയൊക്കെ നുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നല്ല കാന്താരി മുളകുണ്ട്. അപ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളവും പച്ചവെള്ളം കൂടെ ഞാനിങ്ങനെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കാന്താരി ഒന്ന് കല്ലയിലിട്ട് അങ്ങോട്ട് കുത്തിയെടുത്ത് അതിലോട്ട് ഇട്ട് കൊടുത്താൽ പണികളൊക്കെ എളുപ്പമായി കഴിഞ്ഞു. കാന്താരി ആ കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങോട്ട് തിളച്ച് പൊന്തുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും അല്ലേ.
സാധാരണ ഞാനിങ്ങനെ വൈകുന്നേരത്തേക്ക് ഒരു നേരത്തേക്കൊക്കെ കണക്കാക്കിയിട്ടാണ് മത്തൻ്റെ ഇലയൊക്കെ വെക്കാറ്. ഇന്നിപ്പോൾ കറി വയ്ക്കാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഒരു കുഞ്ഞ കഷ്ണം കുമ്പളങ്ങയുണ്ട്, അത് തേങ്ങ അരച്ച് ഉണ്ടാക്കണ്ടേ, അത് ഒത്തിരി പണിയല്ലേ എന്നോർത്ത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മത്തൻ്റെ ഇല താളിക്കാമെന്ന് കരുതിയേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ എല്ലാ പണിയും ഒരുങ്ങിയിട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ടിഫൻ്റെ പണിയും ക്ലീനിങ്, തിരുമ്പൽ, തോരയിടൽ, അടുക്കൽ, വെറുക്കൽ, പാത്രം കഴുകൽ അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് ടോയ്ലറ്റുകളൊക്കെ വിസ്തരിച്ച് അങ്ങോട്ട് കഴുകി, അതുകൊണ്ടാണ് അത്രയും ലേറ്റ് ആയത് കുളിക്കാൻ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ആലഭാരം കൂട്ടി കറി ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂല. അപ്പം നമ്മൾ കഴുകി നേരെയാക്കിയിട്ടുണ്ടായിരുന്ന മത്തൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പറിച്ച് എടുക്കുകയാണ് കേട്ടോ. ചിലവർ ഈ മത്തൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നുറുക്കല്ലേ ചെയ്യുക, പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുക കേട്ടോ. മത്തൻ്റെ ഇല ഇങ്ങോട്ട് ഉരയ്ക്കും, അതിമൊരു ഇത്തിരി ഓരം ഉണ്ടാവുമല്ലോ, ആ ഓരം കളഞ്ഞതിന് ശേഷം ഇലയിൽ നിന്ന് ഇങ്ങനെ കീറി എടുക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു നാരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേറെ കിട്ടും. ഒരുപാട് ഇല ഉണ്ടാവുകൊണ്ട് ഞാൻ നല്ല മെനക്ക് ഒരു തുള്ളി ഇല പോലും കളയാണ്ടേ നല്ല പെട്ടെന്ന് അങ്ങനെയൊക്കെയാണ് ഇല ഒന്ന് ചീന്തി എടുത്തിട്ടുള്ളത് കേട്ടോ. കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരുപാട് മത്തൻ്റെ ഇലയുണ്ട്, അതിൻ്റെ ഒരു ഇതാണ്. മത്തൻ വണ്ടിയിലേ മത്തനും മത്തൻ പൂവലൊന്നും ഇല്ലെങ്കിലും മത്തൻ്റെ ഇല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല തീരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു തവണ നമുക്ക് മത്തൻ്റെ ഇല കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കണം. പച്ചമുളകും തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ട് യൂട്യൂബിലൊക്കെ ഞാൻ നിറയെ വീഡിയോസ് കണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ മാതിരിയാണ് ഈ ഇലക്കറികളും എന്ത് കറികളായാലും വെക്കുക അല്ലേ. അപ്പം നമ്മളിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ചീനമുളക് ചതച്ചിട്ടിട്ട് ശേഷം നമ്മൾ എന്താ ചെയ്യുക അറിയോ, കുഞ്ഞുള്ളി ഇല്ലേ, ചെറിയ ഉള്ളി, അത് നന്നാക്കിയിട്ട് ഒരു പിടി അതും കൂടെ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു ഉള്ളിയും ആ പച്ചയെ തന്നെയാണ്, നമ്മൾ വഴറ്റൊന്നും ചെയ്തിട്ടല്ല, അങ്ങനെ കഴുകി നിരക്കിയിട്ട് ചതച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഉള്ളി അതുപോലെ മത്തൻ്റെ ഇലയും കാന്താരി എല്ലാം കൂടി ആ ഒരു കഞ്ഞിവെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണമൊക്കെ വരും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ താളിച്ചു കഴിഞ്ഞാൽ. നല്ല സിമ്പിളാണ്, ഇട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കറി വയ്ക്കുമ്പോഴത്തേക്കും സൈഡ് ഡിഷായിട്ട് ഇത്തിരി എരിവും ചൊടിയും ഒക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ വേണം. എന്നാണെങ്കിൽ പച്ചമീൻ പോയിട്ട് ഉണക്കമീൻ്റെ പൊടി പോലും നമ്മുടെ വീട്ടിലിരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ ചോടിക്ക് ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് യൂട്യൂബിൽ ഹിന്ദിക്കാരുണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പി എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, പച്ചമുളക് വറുക്കുന്നുണ്ട്. ഇവിടെ പൊതുവേ പച്ചമുളക് വറുത്ത് കഴിഞ്ഞാൽ ഏട്ടനും ഇഷ്ടമാണ് കേട്ടോ. ഉണ്ണിയൊക്കെ പറ്റൂല, ഓർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പച്ചമുളക് അങ്ങോട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, മുളകിൻ്റെ നെടുകെ ഇങ്ങനെ കീറി കൊടുക്കുക, എന്നാലല്ലേ ഉപ്പൊക്കെ അതിലോട്ട് നല്ലോണം പിടിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാര്യം, ഈ ഷോർട്സ് നല്ല വൈറലായാണ്. അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. സംഭവം അടിപൊളിയാണ്, കിടുവാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെറുതെ ഉപ്പിട്ട് മുളക് വറുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഹിന്ദിക്കാരുണ്ടാക്കുന്ന മാതിരി ഇങ്ങനെ മുളകൊന്ന് വറുത്ത് കഴിഞ്ഞാൽ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന മുളകൊക്കെ നെടുക കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചധികം ഉപ്പിട്ടിട്ട് ഇതൊന്നും അങ്ങോട്ട് കൈ വെച്ചിട്ട് പനച്ചു. ഉപ്പൊക്കെ ഇത്തിരി ഒന്നങ്ങോട്ട് പിടിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ആ നാരങ്ങ അങ്ങോട്ട് മുറിച്ചിട്ട് നാരങ്ങയുടെ നീര് ഒരു പാത്രത്തേക്ക് മാറ്റിയെടുക്കുക കേട്ടോ. അതിൽ കുരുവൊക്കെ വീണ് കഴിഞ്ഞാൽ അതൊന്നും അങ്ങോട്ട് പെറുക്കി കളഞ്ഞാൽ മതി. നമ്മളെ വെളിച്ചെണ്ണയിലാണ് ഈ മുളക് വറുക്കുക. അപ്പോൾ ആ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ കുരു ഉണ്ടാകുമ്പോൾ അതുമേ കയറി കടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി കയ്പ്പുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ. ഒരുപാട് മുളകെടുക്കുകയാണെങ്കിൽ നാരങ്ങയുടെ എണ്ണം കൂട്ടേണ്ടി വരുവേ. ഇതിപ്പോൾ ഇത്രയും മുളകിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ആവശ്യമാണ് കേട്ടോ. ഈ നാരങ്ങയുടെ ഒരു സൈഡ് ഇത്തിരി കേടുണ്ടായിരുന്നു, അപ്പോൾ അത് മുറിച്ച് കളഞ്ഞതിൻ്റെ ബാക്കി നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നാരങ്ങ തന്നെ ഇതിലോട്ട് എടുക്കുക, ഒരു പ്രശ്നമില്ല. അത്രയും പുളിപ്പ് അതിലോട്ട് പിടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ മോരിലും അതുപോലെ പുളിയിലും ഒക്കെ മുളക് മുക്കി വറക്കൂലേ, അതിപ്പോൾ ഒന്ന് ഉണങ്ങണം അല്ലേ, വെയിലത്തിടണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഇതാവുമ്പോൾ അങ്ങനെയല്ല, ഫ്രഷായിട്ട് നമ്മൾ കൊണ്ടാട്ടുണ്ടാക്കുന്ന മാതിരി തന്നെ. എന്നാൽ അതാ എണ്ണയിൽ കിടന്ന് അങ്ങോട്ട് ആ ഒരു പുളി കടന്ന് വെന്ത് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ട് എരിവും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതുപോലെ ഇലക്കറിയൊക്കെ വയ്ക്കുമ്പോൾ സൈഡ് ഡിഷ് ആക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ മുളക് വറുക്കണത്. അച്ചൂട്ടൻ പിന്നെ പച്ചമുളക് കണ്ട ആ വഴിക്ക് വരികയേ ചെയ്യില്ല. പക്ഷെ ആദ്യമായിട്ട് എൻ്റെ ഒരു പച്ചമുളക് കൂട്ടിയിട്ടാണ് ഇന്ന് ചോറ് കഴിച്ചത്. നിത്യൻ അടുക്കളയിൽ തന്നെ ഒരു സൈഡിൽ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അവനെ ഒറ്റയ്ക്ക് ഏതെങ്കിലും മൂലയിൽ ഇരുത്തി കഴിഞ്ഞാൽ മൂപ്പരുടെ ശ്രദ്ധയൊക്കെ മാറുള്ളൂ. ഇതാവുമ്പോൾ എൻ്റെ വ്ളോഗ് എടുക്കുന്ന സംഭവങ്ങളും നടക്കും. അവൻ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കും ചെയ്യാമല്ലോ. അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള മാതിരിയാണ് ഞാൻ കാര്യങ്ങളൊക്കെ ഉന്തി ഉരുട്ടി കൊണ്ടുപോണത്.
അപ്പോഴത്തേക്കും നമ്മളുടെ മത്തൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ അവസാനമായിട്ട് കറിയിൽ ചെയ്യണം എന്താ വെച്ചാൽ നല്ല വെളിച്ചെണ്ണ ഇല്ലേ, അത് ഇത്രയും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതോട് കൂടിയിട്ട് മത്തൻ കറിയുടെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. ആ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അപ്പോഴും ഒരു പ്രത്യേക മണമൊക്കെ പൊന്തി വരും കേട്ടോ. ഇത്രയും പണിയല്ലോ. അപ്പോൾ അങ്ങനെ മത്തൻ്റെ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ മത്തൻ്റെ താളിക്കുക എന്നുള്ളത് ഒന്ന് പറയണം കേട്ടോ. പല സ്ഥലത്തും പല മാതിരിയാവില്ലേ. അപ്പോൾ പുതിയ പുതിയ ടിപ്സൊക്കെ ഉണ്ടാവും മത്തൻ്റെ താളിക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ അറിയുമെങ്കിൽ പറയണം. കാരണം ഞങ്ങളൊരു ഇലക്കറി ലവേഴ്സാണ്. ഈ പേനുകളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നമ്മൾ മുന്നൊരു വ്ളോഗിൽ കാണിച്ചില്ലേ, കുഞ്ഞൊരു പൈസയ്ക്ക് ഒരുപാട് നമുക്ക് പാനുകൾ കിട്ടിയത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ മീൻ വറുക്കുമ്പോൾ കടി പിടിക്കേണ്ടത് നന്നല്ല എന്നൊക്കെ. പക്ഷെ പോകെ വറുത്ത് ഇപ്പോൾ മീനൊക്കെ മെനക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ മീഷോന്ന് ഓർഡർ ആക്കിക്കോ. ചെറിയ പൈസയ്ക്ക് ഇത്രയും തോന പാനുകളും അതിലോട്ട് ഇങ്ങനെ ഇളക്കാനായിട്ട് മരത്തിൻ്റെ ചട്ടുകങ്ങളൊക്കെ കിട്ടല്ലേ, നല്ലത് തന്നെയാണ് കേട്ടോ. കാര്യം പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കാണ്ട് ഇടയിൽ വേറെ കാര്യം പറയാന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. എല്ലാവരും എൻ്റെ അടുത്ത് അതിന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പാനിൽ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നിറയ്ക്കൊന്നും ചെയ്തില്ല. ഉപ്പ് പനച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുളകില്ലേ, അതിങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് വഴറ്റി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ എല്ലാ പുറവും മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പീച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി മുളക് വറുത്തത് റെഡിയായി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. മുളക് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എരിവ് പേടിയുള്ളവരാരും ഈ പുറത്തേക്ക് തിരിഞ്ഞൊക്കെ വേണ്ട. പിന്നെ എൻ്റെ അച്ചൂട്ടനും ആദിക്കും വേണ്ടിയിട്ട് കിഴങ്ങ് വറക്കുകയാണ് കേട്ടോ. ഉണ്ണികളോട് പച്ചമുളക് കൂട്ടി ചോറ് കഴിച്ചോളാൻ പറയാൻ പറ്റൂലല്ലോ. അപ്പം ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി നീളത്തിലരിഞ്ഞ് അത് അങ്ങോട്ട് വറക്കുകയാണ്. മീൻ വറുത്ത മാതിരി തന്നെയാണ് കിഴങ്ങ് വറുത്തത് ഉണ്ടെങ്കിലും എൻ്റെ ഉണ്ണികൾക്ക് നല്ല ഇഷ്ടമാണ്. ഈ നോലുമ്പ് കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ആകെ ആശ്രയിക്കുന്ന 1-2 പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ, കിഴങ്ങ്, പിന്നെ സോയാബീൻ. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടാണ് ഞാൻ നോലുമ്പ് കാലത്തെയൊക്കെ അതിജീവിക്കാറ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോ അല്ലേ, അതൊക്കെ കണ്ടിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയുന്ന മാതിരി തന്നെ ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയണം കേട്ടോ. അതുപോലെ നമ്മളെ യൂട്യൂബിലത്തെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കുറേ പേര് ഇൻസ്റ്റയിൽ കണ്ടുപിടിച്ച് അതിൽ കമൻറ്റ് ചെയ്യുകയും അതുമാതിരി മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെസ്സേജിൽ നമ്മൾ റിപ്ലൈ കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റിക്കോണമെന്നുണ്ടാവില്ല. കാരണം സമയത്തിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കമൻറ്റിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കലുണ്ട്. പക്ഷെങ്കിൽ അത്യാവശ്യം ഇടുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ എന്തായാലും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സമയക്കുറവ് കൊണ്ടാണ്, നമുക്ക് അതിനായിട്ടിരിക്കാനുള്ള നേരമില്ലല്ലോ, എല്ലാം കൂടി എത്തിക്കണ്ടേ, ഒപ്പിക്കണ്ടേ. ആ കാരണം കൊണ്ടാണ്. അപ്പോൾ വെയിറ്റാണ്, ഗമിയാണ്, പത്രാസാണ് എന്നൊന്നും പറയരുത്. അതിനൊന്നും നമ്മുടെ അടുത്ത് ഒന്നുമില്ല. അങ്ങനെയൊന്നും വെയിറ്റ് അടിക്കാനും പത്രാസ് അടിക്കാനൊന്നും ആയിട്ട്. അതുപോലെ കുറച്ച് കുറ്റവും കുറവും ഒന്നുമില്ലാത്ത കുറേ മനുഷ്യന്മാരുണ്ടല്ലോ നമ്മുടെ ലോകത്ത്. അങ്ങനെയുള്ളവർ എൻ്റെ കുറച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ എൻ്റെ കാതിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലുള്ള മെസ്സേജിലൂടെ, പിന്നെ ഒരാളോട് പറഞ്ഞ് അടുത്ത ആളോട് പറഞ്ഞ്, അങ്ങനെ എൻ്റെ കാത് വരേക്കും ഞാൻ കേട്ടൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളടുത്ത് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗാവുന്നതുകൊണ്ട്, ഫാമിലി വ്ളോഗാണല്ലോ നമ്മളുടെ കണ്ടൻറ്റ്. ആ കാരണം കൊണ്ട് നാണല്ലേ വീട്ടിലത്തെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് ജീവിക്കാനായിട്ട്, കാശുണ്ടാക്കാനായിട്ട് എന്ന രീതിക്കൊക്കെ. ഞാൻ ചെയ്യുന്ന വീഡിയോസ് അത്രയും മോശമാണെന്ന് എനിക്ക് തോന്നുന്നവരേക്കും എനിക്ക് നാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഞാനൊരു തുറന്ന പുസ്തകമൊന്നും അല്ല എന്നുള്ളത് ഞാൻ മുന്നേ വ്ളോഗുകളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒക്കെ ഒരു പുസ്തകമായിട്ട് കണക്ക് കൂട്ടുക, അതിലേതാനും പേജുകൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിതം തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കണ്ട കേട്ടോ. ഞാൻ എൻ്റെ ഈ ഫാമിലി വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് അലഭാരങ്ങളും ആർഭാടങ്ങളും ഒന്നും തന്നെ ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമായി സമാധാനമായി നമ്മുടെ കെട്ടിയോൻ്റെയും മക്കളുടെയും കൂടെ ജീവിക്കാം എന്നുള്ള ഒരു പോസിറ്റീവായ കാര്യം മാത്രമാണ്. റെസിപ്പി ഒന്ന് പറയൂ. വെറുതെ വറുത്തല്ല, എണ്ണയും ഉപ്പ്, ഉരുളക്കിഴങ്ങിന്റെ എണ്ണയും ഉപ്പ് ഇടുക. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിൽ നോക്കിയിടുക, എന്നിട്ട് അതിൽ എണ്ണ പാരുക. അല്ല, ഉപ്പിടുക. പിന്നെ എന്നിട്ട് മുളക് പൊടി ആവശ്യത്തിന്, മഞ്ഞപ്പൊടി ആവശ്യത്തിന്, എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കുക. ഉപ്പ് ആവശ്യത്തിന്, പൊടി ആവശ്യത്തിന്. എന്നിട്ട് എണ്ണ പാർന്നിട്ട് പാത്രത്തിൽ എണ്ണ ഒഴിക്കുക. ചൂടാവുമ്പോ കിഴങ്ങൊക്കെ കഴിക്കുക. അപ്പൊ എന്റെ കുട്ടിക്ക് അറിയാം കേട്ടോ കിഴങ്ങൊക്കെ വറുക്കാൻ. എന്നാ പോയി പഠിക്കുന്നു മതി. വേണ്ട ഉണ്ടാക്കിയതല്ലേ ഇപ്പൊ. അതിക്ക് എക്സാം അല്ലേ, ഇപ്പൊ ഇന്നൊരു സ്റ്റഡി ലീവാണ്. സ്റ്റഡി ഉണ്ടോന്ന് എന്താ മതി കേട്ടോ. രാവിലെ തൊട്ട് ഈ നേരം വരെയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഊണ് കഴിച്ചിട്ട് അല്ലേ.
സ്റ്റഡി ലീവാന്നും പറഞ്ഞുകൊണ്ട് പുസ്തകത്തിൻ്റെ മുന്നിൽ തന്നെ തപസ്സിരിക്കണം എന്ന് പറഞ്ഞാലേ ശരിയാവൂല. എന്ന് വെച്ചാൽ ഈ നട്ടുച്ചയ്ക്കൊക്കെ ബുക്കിൻ്റെ മുന്നിലിരുന്ന ഒരക്ഷരം പഠിക്കില്ല. വെറുതെ അയക്കിങ്ങനെ നോക്കി ഉറക്കം തൂങ്ങി സമയം അങ്ങോട്ട് ചിലവഴിക്കും. അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ തെക്ക് മടക്കും നടന്ന് കുറച്ച് സമയമൊക്കെ അങ്ങനെയായിട്ട് കഴിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും കേട്ടോ. കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ കുഞ്ഞടുക്കളയിൽ പോയിട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളുമായി ഊണ് വിളമ്പിയപ്പോഴത്തേക്കും എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ആ കറി വെച്ചതും കിഴങ്ങ് വറുത്തതും ഉള്ള അങ്ങനത്തെ 1-2 പാത്രമേ കഴുകാണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഊണ് കഴിക്കൽ കഴിഞ്ഞിട്ട് ആ പാത്രത്തിൻ്റെ കൂടെ കഴുകും ചെയ്യാമല്ലോ. അങ്ങനെ ചോറിൻ്റെ കൂടെ നമ്മൾ മത്തൻ്റെ കറിയും പുളിയഞ്ചിയും അച്ചാറും കിഴങ്ങ് വറുത്തതും മുളക് വറുത്തതും ഒക്കെ കൂട്ടി ഊണ് കഴിച്ച് ഇത്തിരി നേരം കിടന്നുറങ്ങി അങ്ങോട്ട് നീച്ചേ. എന്നെ കാത്തിട്ട് സമ്മാനല്ല ഇതുണ്ടോ? ഇതെന്താ? ഇതോരോ ഫുട്ബോൾ താരങ്ങളിലാണ്. ഇതെന്താ? അത് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. ഇതും അല്ലാത്ത റൊണാൾഡോ ആണോ എനിക്ക് ഏറ്റവും ഇഷ്ടം? ഇതെന്താ? 2 വാങ്ങാം. അയാളത്ത് എന്തിനെ കെട്ടി തൂക്കി കയ്യിലെടുക്കാൻ വയ്യ, അല്ലെങ്കിൽ കാറ്റ് അയച്ചാട്ട് അമ്മക്ക് എങ്ങനെ വേഗം ഊരി കിട്ടാൻ നല്ല മുദ്രനെ. ഇതിനെത്രയാണ് ഈ സംഭവത്തിന്? 1-10. 10 എത്ര രൂപ? അതിന് 10 രൂപ പാക്കറ്റ്. ഷീറ്റും കൊണ്ട് കളിക്കാൻ പോവാണോ? പരീക്ഷയല്ലേ? പരീക്ഷ ഒന്നും നോക്കണ്ട. നമ്മളിങ്ങനെ ജോലി കഴിഞ്ഞ് മക്കൾക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുന്ന മാതിരി നമ്മുടെ ഉണ്ണിയോട് സ്കൂളൊക്കെ വിട്ട് ഉമ്മക്ക് എന്തെങ്കിലും കൊണ്ടു തരുമ്പോ നമ്മളെ അമ്മമാർക്ക് ഒത്തിരി സന്തോഷാവൂല്ലേ? എൻ്റെ അച്ചു സ്കൂൾ വിട്ട് വരുമ്പോക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാട്ടോ. എനിക്ക് സ്കൂൾ വിട്ട് വരുമ്പോ എന്താണ് കൊണ്ടുവരല്? എന്താ കൊണ്ടുവരല്? സ്നേഹാത്രേ കൊടുന്നല്ലേ? കണ്ടോ? മുളക് പൊടി ഇട്ടിട്ടും തരും. ഇതിൽ കണ്ടാ തന്നെ വായിൽ വെള്ളം വരും. പിന്നെ എത്ര രൂപ? അതിന് 20. ഈ 2 വാങ്ങാൻ നല്ല രസമുണ്ടാവും. കട്ടിന് വാങ്ങാനാണ്. അതല്ല അതിന് എടുക്കാൻ വലിയത് മതി. ഈ പൊട്ട മാങ്ങ നല്ല പെണ്ണ്. ഒരു തടി കുറഞ്ഞ വാങ്ങാം. അതിന് 10 തന്നെയാണ്. അതയാൾ തരുന്നില്ല. ഒരു പെട്ടിയുടെ ഉദ്ദേശമാണ്. കല്ല. താങ്ക് യു. നമുക്ക് ഫേവറേറ്റ് മെസ്സി അല്ലേ? മെസ്സി ഫേവറേറ്റ് അച്ചു. അപ്പൊ മെസ്സി ആണോ റൊണാൾഡോ നെയ്മറാണോ? ഫേവറേറ്റ് ഇതാ മണ്ടനും ഈ മണ്ടനും 2 മണ്ടൻ. റൊണാൾഡോ. എല്ലാരോടും പറഞ്ഞു. അപ്പൊ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് അറിയണം കേട്ടോ. ഇനി തരുണ്ടോ ചക്ക? ആ ചെക്കനെ മാങ്ങ കവറ് പൊട്ടിക്കുകയാണ്. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അച്ഛനും പഠിക്കാം. ഒരു വായിൽ വെള്ളം വരിക. ആ വെള്ളക്കുവാണ്. വെള്ളം ഇറക്കൂല. ആ അണക്കോച്ചന് പാതി പാതിയാണ്. തോലുള്ളത് തന്നിട്ടോ? എന്നിട്ടോ നല്ല എടുത്തത് ഇഷ്ടം. ഇത് കഴിക്കുവാണ്. പക്ഷെ തരിപ്പ് പോവും. അങ്ങനെ പാരരുത്. അതില് മുക്കണം ശരിക്കും. അയാൾക്ക് ഇത്ര തന്നിട്ടത് ഇത്ര വെള്ളം തന്നു. അവനവരുടെ ഒന്നുകൂടി എടുക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞ അയാൾ ലേശത്തല്ലേ. ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ ആളുടെ തന്നു. എങ്ങനെയുണ്ട്? ഒരു മാങ്ങ പീസിന് 10 രൂപ അല്ലേ? അപ്പൊ ഞങ്ങൾ ചായ കിട്ടോ.